Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 19... നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കലവറ നിറക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്ത അമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറവയൽ മാതമംഗലം റോഡ് യാഥാർത്ഥ്യമായി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം എംബേറ്റിൽ അടിപ്പാതയോ മേൽപ്പാലമോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എംബേറ്റ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും ധർണാ സമരവും സംഘടിപ്പിച്ചു. 1000-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ദേശീയപാത നിർമ്മാണത്തോടെ പരസ്പരം ബന്ധപ്പെടാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അടുക്കളയ്ക്കകത്ത് തളച്ചിടപ്പെട്ട സ്ത്രീ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കുകയാണ് തൃക്കരിപ്പൂർ മാങ്കടവത്ത് കൊവ്വൽ സ്വദേശിനിയായ ഷീബ ബാബു എന്ന ചിത്രകാരി. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ഷീബയുടെ ചിത്രപ്രദർശനം വേറിട്ട കാഴ്ച അനുഭവമാണ് അനുവാചകർക്ക് സമ്മാനിക്കുന്നത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കലവറ നിറക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്ത അമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. 28 വർഷങ്ങൾക്കു ശേഷം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന കാപ്പാട്ട് കഴകത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്ത അമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. തുടർന്ന് കരിപ്പത്ത് തറവാട്ടിൽ നിന്നും അന്നദാനത്തിനുള്ള ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലവ്യഞ്ജനങ്ങൾ ഒന്നൊന്നായി കന്നിക്കലവറയിൽ സമർപ്പിക്കും. പിന്നീട് ക്ഷേത്രങ്ങളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന സാധന സാമഗ്രികൾ കന്നിക്കലവറയിൽ നിറയ്ക്കപ്പെടും. ഫെബ്രുവരി 25 പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. തുടർന്ന് 7 ദിനരാത്രങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് 14 നേരം അന്നദാനമുണ്ടാകും. 39 തെയ്യക്കോലങ്ങളുടെ വെള്ളാട്ടങ്ങളും തോറ്റങ്ങളും ഒരാഴ്ചക്കാലം ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടും. ഭക്ഷണപ്പന്തലിൽ ഒരേ സമയം 5000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാകും. ഒരു ദിവസം കൊണ്ട് 2 നേരങ്ങളിലായി 1,00,000 പേർക്ക് അന്നദാനം നൽകുന്നതിനുള്ള സംവിധാനമാണ് കലവറയിൽ സജ്ജമാക്കുക. കഴക പരിസരത്ത് ആരോഗ്യ പവലിയൻ സജ്ജമാക്കും. 24 മണിക്കൂറും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നൽകും. വാഹന പാർക്കിങ്ങിന് 50-ലധികം കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് കഴക പരിസരത്ത് കാപ്പാട്ട് ഫെസ്റ്റ് എന്ന പേരിൽ ഇന്റർനാഷണൽ എക്സിബിഷനും ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 25 വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംഘാടക സമിതി ചെയർമാൻ തച്ചങ്ങാട്ട് ശിവരാമൻ മേസ്ത്രിയുടെ അധ്യക്ഷതയിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പെരുങ്കളിയാട്ട മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
തച്ചങ്ങാട്ടെ ശിവരാമൻ മേസ്ത്രി, ടി.വി. രാമചന്ദ്ര പണിക്കർ, ടി.കെ. മുരളീദാസ്, മാട്ടുമ്മൽ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് എം.വി. അമരേശൻ, മണക്കാട്ട് രാമചന്ദ്രൻ, നാരായണൻ മണിയാണി, വി. രാമചന്ദ്രൻ, കെ. ബാലകൃഷ്ണൻ, ഇരിയലത്ത് രാജൻ, മധു മാട്ടുമ്മൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറവയൽ മാതമംഗലം റോഡ് യാഥാർത്ഥ്യമായി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറവയൽ മാതമംഗലം റോഡ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു കിലോമീറ്റർ റോഡ് BMNBC ആക്കുന്നതിന് ഏകദേശം 50 ലക്ഷം രൂപ അധികമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെലവ് വരുന്നത്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ 30,000-ഓളം കിലോമീറ്ററാണ്. കേരളത്തിലാകെ 2.5 ലക്ഷം കിലോമീറ്റർ റോഡുകളുണ്ട്. വിവിധ പഞ്ചായത്ത് റോഡ്, വിവിധ റോഡുകൾ. അതിൽ 30,000 കിലോമീറ്റർ വരുന്ന PWD റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ ട്രാഫിക്കിങ്ങിന്റെ 80%. റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ മഹാഭൂരിപക്ഷവും ഉപയോഗിക്കുന്ന റോഡാണ് PWD. 2021 മെയ് 20 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിലെ 50% റോഡുകൾ BMNBC ആക്കി 5 വർഷത്തിനകം മാറ്റണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. 50% റോഡെന്ന് പറഞ്ഞാൽ 15,000 കിലോമീറ്റർ റോഡ്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ കൃഷ്ണേട്ടൻ റോഡ് ഇരിക്കുന്നുണ്ട്. 31 പാലങ്ങൾ നിലവിലും 29 പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടങ്ങൾ, ഒരു പൊതുമരാമത്ത് വകുപ്പിന്റെ 2 റെസ്റ്റ് ഹൗസ്. 2021 മെയ് 20 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളൊരു പൊതു പരിശോധന നടത്തി. ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ.വി. ലളിത, വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. രാമചന്ദ്രൻ, എസ്. ദീപു, കെ.എം. സുലോചന, ചന്ദ്രമതി, പി. ലത, ഗൗരി തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ നഗരസഭ, എരമംകുറ്റൂർ പഞ്ചായത്തുകളിലൂടെ പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. 58.53 കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ റോഡ് പൂർത്തിയായതോടെ കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര വികസനത്തിന് ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിയറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം എംബേറ്റിൽ അടിപ്പാതയോ മേൽപ്പാലമോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എംബേറ്റ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും ധർണാ സമരവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി AD സാബൂസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി ആരാധനാലയങ്ങളുള്ള മുടിക്കാനം, കുണ്ടപ്പാറ, കാരക്കുണ്ട്, ഏര്യം തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ പഴയങ്ങാടി, അതിയേടം, കൊട്ടില തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഉപകാരപ്രദമായ എംബേറ്റ് മുടിക്കാനം എരിപുരം റോഡ് നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 പ്രദേശമായി മാറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. 1000-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് ദേശീയപാത നിർമ്മാണത്തോടെ പരസ്പരം ബന്ധപ്പെടാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുണ്ടാകുന്നത്. അതിനാൽ 2 പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് സൗകര്യപ്രദമായ അടിപ്പാതയോ മേൽപ്പാലമോ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എംബേറ്റ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും ധർണാ സമരവും സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി AD സാബൂസ് ഉദ്ഘാടനം ചെയ്തു. ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണ് ഏമ്പേറ്റ്. ഈ ഏമ്പേറ്റിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ഈ റോഡിൻ്റെ വികസനമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുക. പക്ഷേ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച ഒരു ഗ്രാഹ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് PV ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. PV അബ്ദുൾ ഷുക്കൂർ, PV സജീവൻ, E വിജയൻ, IV കുഞ്ഞിരാമൻ, T ചന്ദ്രശേഖരൻ, KM രവീന്ദ്രൻ, VV മണികണ്ഠൻ, D രാഗിണി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
അടുക്കളക്കകത്ത് തളച്ചിടപ്പെട്ട സ്ത്രീജീവിതങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കുകയാണ് തൃക്കരിപ്പൂർ മാങ്കടവത്ത് കൊവ്വൽ സ്വദേശിനിയായ ഷീബ ബാബു എന്ന ചിത്രകാരി. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ഷീബയുടെ ചിത്രപ്രദർശനം വേറിട്ട കാഴ്ച അനുഭവമാണ് അനുവാചകർക്ക് സമ്മാനിക്കുന്നത്. കോവിഡ് കാലത്ത് തന്റെ ജീവിതം അടുക്കളയിലേക്ക് ഒതുങ്ങിയപ്പോഴാണ് എത്രയോ കാലങ്ങളായി അടുക്കളയ്ക്കകത്ത് കുരുങ്ങിപ്പോയ സ്ത്രീജന്മങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ചിത്രകല അധ്യാപിക കൂടിയായ ഷീബ ബാബു വർണ്ണക്കൂട്ടൊരുക്കുന്നത്. അങ്ങനെ ബിയോണ്ട് ദ റിതം ഓഫ് കിച്ചൺ ചിത്രപരമ്പരയുണ്ടായി. അടുക്കളയിൽ വേവുന്ന സ്ത്രീകളാണ് ഷീബയുടെ ചിത്രങ്ങളിലെങ്ങും. ആരും എങ്ങും കണക്കുവെക്കാത്ത വീട്ടുജോലികളുടെ ഭാരത്താൽ നടുവടിയുന്ന സ്ത്രീ ജീവിതങ്ങൾ ഓരോ ചിത്രത്തിലുമുണ്ട്. അക്രിലിക്കിലുള്ള സോളോ പെയിന്റിംഗ് എക്സിബിഷനാണ് പയ്യന്നൂർ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. തൃക്കരിപ്പൂർ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയാണ് ഷീബ. അതിപ്പോൾ 2021 കൊറോണക്കാലത്ത് ആണ് അടുക്കളയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങിയത്. ആ സമയത്താണ് അടുക്കളയിൽ മാത്രം ജീവിച്ച് അവിടെ തന്നെ ജീവിതം ഒടുങ്ങിയ കുറേ സ്ത്രീ ജന്മങ്ങളെക്കുറിച്ച് ഓർക്കുകയും അതിൽ നിന്ന് ബിയോണ്ട് ദ റിതം ഓഫ് കിച്ചൺ എന്നുള്ള ഒരു സീരീസ് ആയിട്ട് ചെയ്തു. അതിൻ്റെ ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. 2002 മുതൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഷീബയുടെ ചിത്രപ്രദർശനങ്ങൾ നടന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാമൂഹിക തിന്മകൾക്കെതിരെ സ്ത്രീ മുന്നേറ്റം എന്ന സംസ്ഥാനതല ക്യാമ്പയിനിന്റെ ഭാഗമായി വിമൻ ഇന്ത്യ മൂവ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പകൽനാളം പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ മഞ്ജുഷ മാവിലാടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 1 കോഴിക്കോട് നിന്നും തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഫെബ്രുവരി 29 കാസർഗോഡ് നടക്കുന്ന റാലിയോടും പൊതുസമ്മേളനത്തോടും കൂടി സമാപിക്കും. സാമൂഹിക വ്യവസ്ഥയെ തകർക്കുന്ന സ്ത്രീധനത്തിനെതിരെയും ലഹരി വ്യാപനത്തിനെതിരെയും അനുദിനം വർദ്ധിച്ചുവരുന്ന കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെ സമൂഹ മനസാക്ഷിയെ വിളിച്ചുണർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പകൽനാളം പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന ട്രഷറർ മഞ്ജുഷ മാവിലാടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിമൻ ഇന്ത്യ മൂവ്മെന്റ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നജ്മ റഷീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ഹസീല സലാം സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സാജിദ ആഷിഫ്, ഫസീല, ഖൈറു സുബൈർ, ഫാസില അബു തുടങ്ങിയവർക്കൊപ്പം തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും മെമ്പർമാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിനായി കർഷക തൊഴിലാളി യൂണിയൻ കടന്നപ്പള്ളി സൗത്ത്, നോർത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി പടിഞ്ഞാറേക്കരയിൽ വച്ച് നടന്നു. KSKTU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിനായി കർഷക തൊഴിലാളി യൂണിയൻ കടന്നപ്പള്ളി സൗത്ത്, നോർത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേക്കരയിൽ നടന്ന പാവങ്ങളുടെ പടയണി KSKTU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക നയത്തിൽ നിലപാടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയാൻ ഇന്ത്യ രാജ്യത്തിനകത്ത് 28 സംസ്ഥാനങ്ങളിൽ ഏക സംസ്ഥാനം ഈ കേരളമാണ്. TV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AV രവീന്ദ്രൻ, B അബ്ദുള്ള, MV സതീശൻ, K സുമിത്രൻ, TV രമേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ന്യൂസ് അവറിൽ ഇനിയൊരിടവേള. വാർത്തകളിലേക്ക്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല കുടുംബ സംഗമം സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന സംഗമം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലാളികളുടെ രാഷ്ട്രീയം CITU ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം മുന്നോട്ട് വന്നപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള തൊഴിലാളിയുടെ ജീവിതത്തിൽ പോലും ഇത്രയും ഗംഭീരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ CITU കമ്മിറ്റി കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചപ്പോ
കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ, P സുഭാഷ് കുമാർ, MV ചന്ദ്രൻ, MV സുകുമാരൻ, KP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ മുഴുവൻ തൊഴിലാളി കുടുംബങ്ങളും രംഗത്തിറങ്ങുവാൻ കുടുംബസംഗമം തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവായിരുന്ന KA ഗംഗാധരന്റെ 5ാം ചരമവാർഷികം പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്നു. AICC അംഗം VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവായിരുന്ന KK ഗംഗാധരന്റെ 5ാം ചരമവാർഷികം പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. AICC അംഗം VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആ മുഖം കാണുമ്പോൾ ഒരു 10-37 വർഷക്കാലം പറഞ്ഞിട്ട് കഴിഞ്ഞ കാലം പറ്റിയതുപോലെ അനുഭവങ്ങൾ ആ ഓർമ്മകളിലേക്ക് എൻ്റെ മനസ്സ് കടന്നു പോവുകയാണ്. ഞാൻ ജില്ലാ KSUവിൻ്റെ പ്രസിഡന്റായിരുന്ന ഒരു കാലം 1983 മുതൽ KSU ജില്ലാ പ്രസിഡന്റായി 5 വർഷക്കാലം വരുന്ന കാലം ഒരു സംഭവബഹുലമായ കാലഘട്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. VC നാരായണൻ അധ്യക്ഷനായി. MK രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K ജയരാജ്, പിലാക്കൽ അശോകൻ, പ്രശാന്ത് കോറോം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേന്ദ്ര സർക്കാർ മുഴുവൻ ജനങ്ങൾക്കും വിതരണം ചെയ്യുന്ന ഭാരത് അരിയുടെ പയ്യന്നൂർ മണ്ഡലം തല വിതരണം പെരുമ്പ ജംഗ്ഷനിൽ നടന്നു. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ 10 കിലോ അരിയാണ് ഒരാൾക്ക് നൽകിയത്. ഭാരതത്തിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന ഭാരത് അരിയാണ് ഇന്ന് മണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അരി വിതരണം ഇന്ന് നമ്മൾ വരുമ്പോൾ KSRTC ആലോചിച്ച് വിതരണം. എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ എല്ലാ ആൾക്കാർക്കും 10 കിലോ അരി 290 രൂപ നിരക്കിലാണ് നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഒരു കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1000 പാക്കറ്റ് അരിയാണ് ഇവിടെ ഉള്ളത്. അത് ഇപ്പം തന്നെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് അരിയുടെ പയ്യന്നൂർ മണ്ഡലം തല വിതരണം പെരുമ്പ ജംഗ്ഷനിൽ നടന്നു. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ 10 കിലോ അരിയാണ് ഒരാൾക്ക് നൽകിയത്. പെരുമ്പയിൽ നടന്ന ചടങ്ങിൽ BJP മണ്ഡലം പ്രസിഡന്റ് പനക്കൽ ബാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരൻ കൈതപ്രം, മണ്ഡലം സെൽ കൺവീനർ പ്രവീൺ, മണ്ഡലം കമ്മിറ്റി മെമ്പർ ശ്രീകാന്ത് ഷേണായി, BMS നേതാക്കളായ സുമേഷ് ദാമോദരൻ, K ഗണേഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംരംഭക ലോൺ ലൈസൻസ് മേള സംഘടിപ്പിച്ചു. മേള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സംരംഭക ലോൺ ലൈസൻസ് മേള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് അല്ലെങ്കിൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് 2022-23 വർഷത്തിൽ വാണിജ്യ വികസന വകുപ്പ് അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒക്കെ സംയുക്തമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭം ആരംഭിക്കുന്നതിന് ആവശ്യമായ ലോൺ സബ്സിഡിയോടുകൂടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും വ്യവസായ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ, EDE C ശ്രുതി, ഹെഡ് ക്ലാർക്ക് K ഷൈജു എന്നിവർ പ്രസംഗിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് വ്യവസായ വികസന വകുപ്പ് ഓഫീസർ സതീശൻ കോടഞ്ചേരി ക്ലാസ് എടുത്തു. വിവിധ നാഷണലിസ്റ്റ് ബാങ്ക് മാനേജർമാരായ അനുശ്രീ, ഫ്രോനി, രാജൻ, ധനേഷ് എന്നിവർ ബാങ്ക് നടപടിക്രമങ്ങൾ അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, സംരംഭകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ ചേർന്നു. യൂണിയൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV വിജയൻ ഉദ്ഘാടനം ചെയ്തു.
NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോലാലപ്പടമ്പ പഞ്ചായത്ത് കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ ചേർന്നു. യൂണിയൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV വിജയൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതെന്ന് KV വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പദ്ധതി വിഹിതം വെട്ടിക്കുറക്കുന്ന നടപടിയെ ശക്തമായി ചെറുക്കുന്നതിനും തൊഴിൽ ദിനം 200 വരെയായി വർദ്ധിപ്പിക്കുന്നതിനും കൂലി 600 രൂപയാക്കുന്നതിനും തൊഴിലാളികൾ ശക്തമായി നിലകൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. C രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ A പ്രസന്ന, P ഉഷ, PV ചന്ദ്രൻ, ഗീത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മ കലശോത്സവം സമാപിച്ചു. ഇരിക്കൂർ നിയോജക മണ്ഡലം MLA സജീവ് ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷമാണ് അഷ്ടബന്ധ നവീകരണ ബ്രഹ്മ കലശോത്സവം നടന്നത്. ബ്രഹ്മശ്രീ പുതുശ്ശേരി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക പരിപാടികളുടെ സമാപന സമ്മേളനം ഇരിക്കൂർ നിയോജക മണ്ഡലം MLA സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. TR രാമചന്ദ്രൻ, M രാധാകൃഷ്ണൻ മാസ്റ്റർ, P രമേശൻ, PV നാരായണൻ, പ്രീത സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ബെന്നി എബ്രഹാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം ബസാറിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബെന്നി അബ്രഹാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം ബസാറിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിന് യാതൊരു ഉത്തരവും എത്രയോ കൊലപാതകം നടത്തിയ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയാണ് പുനർവിചിന്തനം നടത്തേണ്ടത്, നമ്മളല്ല. ഇപ്പൊ 29 വർഷമായി അബ്രഹാമിനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അതിനു മുമ്പേ സഖാവ് പിണറായി വിജയനും അവരുടെ നേതൃത്വവും തന്നെ നൂറുകണക്കിന് നിരപരാധികളായ ചെറുപ്പക്കാരെ ഈ ചോരക്കത്തിക്ക് ഇരയാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നത്. DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, സന്ദീപ് പാണപ്പുഴ, TM സദാനന്ദൻ മാസ്റ്റർ, മധുസൂദനൻ എരമം, NK കുഞ്ഞിരാമൻ മാസ്റ്റർ, P ശിവദാസ്, സ്വപ്ന റിജിൽ, K പ്രേമരാജ്, ദിലീപ് പെരിയാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. P വിജേഷ്, P അജു, P വിജിത്ത്, TKP അബ്ദുൾ റസാഖ്, K രാജീവൻ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കുഞ്ഞിമംഗലം ചേണിച്ചേരി കുളങ്ങരത്ത് ആരൂഢം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. കുഞ്ഞിമംഗലം ചേണിച്ചേരി കുളങ്ങരത്ത് ആരൂഢം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ശ്രീഭൂതം ദൈവത്തിന്റെ പുറപ്പാട്, കുറത്തിയമ്മയുടെ പുറപ്പാട്, കുണ്ടോർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങളുടെ പുറപ്പാട്, കേളൻകുളങ്ങര ഭഗവതി, തായ്പര ദേവത എന്നീ ധർമ്മദൈവങ്ങളുടെ പുറപ്പാടും നടന്നു. എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള 3 ദിവസത്തെ പരിശീലനം ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം, എരമംകുറ്റൂർ, കണ്ണപുരം പഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ ചുമതല വഹിക്കുന്നവരാണ് ഹരിതകർമ്മസേന. ശുചിത്വ മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ശാസ്ത്രീയവും സാങ്കേതികവുമായ അറിവും ശേഷിയും പകർന്നു നൽകി അവരുടെ കർമ്മശേഷി മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വിദഗ്ധ പരിശീലനം നൽകുന്നത്. കോഴിക്കോടുള്ള നിറവ് ഹരിത ഏജൻസിയിലെ ട്രെയിനർമാരായ MB രജിത, ഷെമി മഷാജിർ, MD ഫഹദ് എന്നിവരാണ് പരിശീലനം നൽകുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു.
ഒരു വലിയ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു സേനയാണ് ഹരിതകർമ്മസേന എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാലിന്യ മുക്തമായിട്ടുള്ള ശുചിത്വപൂർണവും ആരോഗ്യപൂർണവുമായിട്ടുള്ളൊരു കേരളം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ഇ വസന്ത, പഞ്ചായത്ത് സെക്രട്ടറി കെ ശിവദാസൻ, JS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പൊങ്കാല സമർപ്പണ മഹോത്സവം ഫെബ്രുവരി 24 ശനിയാഴ്ച രാവിലെ മുതൽ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിനായി കാളീശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നും മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത് 12ാം തവണയാണ് കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി തെക്കിനേടത്ത് തർണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം 11 വർഷങ്ങൾക്ക് മുൻപ് തുടക്കം കുറിച്ച പൊങ്കാല സമർപ്പണം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മലബാറിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്ന പൊങ്കാല മഹോത്സവം അടുത്തിടെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെ നടത്തിവരുന്നത്. 24 രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് മേൽശാന്തി കൃഷ്ണൻ പോറ്റി ദീപം തെളിയിക്കുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങ് ആരംഭിക്കും. 11 മണിയോടെ ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കും. തുടർന്ന് നടത്തുന്ന ഉച്ചപൂജയോടെ സമാപിക്കും. ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച ശേഷമാണ് വനിതകൾ പൊങ്കാല സമർപ്പണം നടത്താൻ എത്തിച്ചേരുന്നത്. പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നതിന് ആവശ്യമായ അടുപ്പ്, മൺകലം, അരി, വെല്ലം, നെയ്യ് എന്നീ സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നതാണ്. പൊങ്കാല മഹോത്സവം വിജയിപ്പിക്കുവാൻ സംഘാടക സമിതിയും ഭജനസമിതിയും മാതൃസമിതിയും സജീവമായി രംഗത്തുണ്ട്. പൊങ്കാല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KV കുഞ്ഞമ്പു, സെക്രട്ടറി KV സനിത, ബാലകൃഷ്ണൻ, ഡോക്ടർ V രാജീവൻ, KV ഷീജ, C ശ്രീജ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരിങ്ങോം മടക്കാമ്പോയിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്താ പ്രതിഷ്ഠയും ബാലഗണപതി പ്രതിഷ്ഠയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. പെരിങ്ങോം മടക്കാമ്പോയിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്താ പ്രതിഷ്ഠയും ബാലഗണപതി പ്രതിഷ്ഠയും നടന്നു. ഫെബ്രുവരി 17 മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്കും ശേഷമാണ് ചൊവ്വാഴ്ച പ്രതിഷ്ഠാകർമ്മം പൂർത്തിയായത്. ക്ഷേത്രം തന്ത്രി ചെറുവള്ളിയില്ലത്ത് കേശവൻ നമ്പൂതിരിയുടെ ക്ഷേത്രപ്രവേശനത്തോടെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. വാളക്കോടില്ലത്ത് കേശവൻ നമ്പൂതിരിയാണ് മേൽശാന്തി. മേൽക്കൂരയുൾപ്പെടെ കൃഷ്ണശിലയിൽ നിർമ്മിച്ച കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മടക്കാമ്പോയിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. 8 വർഷം കൊണ്ടാണ് വാസ്തുശാസ്ത്ര കുലപതി എരിപുരം ജനാർദ്ദനൻ മേലാചാര്യയുടെ മേൽനോട്ടത്തിൽ രമേശ് കാർക്കള മുഖ്യശില്പിയായി 1 കോടിയിലധികം രൂപ ചിലവഴിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത്. ക്ഷേത്ര നമ്പീശൻ മുരളി, പ്രസിഡന്റ് MP അജയൻ, വൈസ് പ്രസിഡന്റ് MG പ്രസാദ്, സെക്രട്ടറി MP സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി TV ഗംഗാധരൻ, ട്രഷറർ M ജിതേഷ് എന്നിവരടങ്ങിയ ഭരണസമിതി പ്രതിഷ്ഠാ മഹോത്സവത്തിന് നേതൃത്വം നൽകി. കണ്ടങ്ങാളി ശ്രീ പൂന്തുരുത്തി ഊർപ്പഴശ്ശി വേട്ടക്കൊരുമകൻ ക്ഷേത്രം കോട്ടം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 28, 29, മാർച്ച് 1, 2 എന്നീ ദിവസങ്ങളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കലവറ നിറക്കൽ ചടങ്ങ് ഫെബ്രുവരി 23 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പ്രധാന കോയ്മ തറവാടായ കരിപ്പത്ത് തറവാട്ടിലെ മൂത്ത അമ്മ കന്നിക്കൊട്ടിലിൽ കെടാദീപം തെളിയിക്കുന്നതോടെയാണ് കലവറ നിറക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറവയൽ മാതമംഗലം റോഡ് യാഥാർത്ഥ്യമായി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം എംബേറ്റിൽ അടിപ്പാതയോ മേൽപ്പാലമോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എംബേറ്റ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും ധർണാ സമരവും സംഘടിപ്പിച്ചു. 1000-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ദേശീയപാത നിർമ്മാണത്തോടെ പരസ്പരം ബന്ധപ്പെടാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അടുക്കളയ്ക്കകത്ത് തളച്ചിടപ്പെട്ട സ്ത്രീ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കുകയാണ് തൃക്കരിപ്പൂർ മാങ്കടവത്ത് കൊവ്വൽ സ്വദേശിനിയായ ഷീബ ബാബു എന്ന ചിത്രകാരി.
പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ഷീബയുടെ ചിത്രപ്രദർശനം വേറിട്ട കാഴ്ചാ അനുഭവമാണ് അനുവാചകർക്ക് സമ്മാനിക്കുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.